ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ ഓഫ് യു. അപ്പൊ നമുക്ക് ഇന്ന് വ്യഞ്ജനാക്ഷരങ്ങൾ എഴുതാനുണ്ട് അല്ലേ? എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. പഠിച്ചോ എല്ലാവരും? ഓക്കെ, എല്ലാരും കൈ കാണിക്കുന്നില്ലേ? ഓക്കെ, അപ്പൊ പഠിച്ചിട്ടുണ്ടോ എല്ലാവരും? ലക്ഷ്മി പഠിച്ചില്ലേ? ലക്ഷ്മി ഓക്കെ, പഠിച്ചു അല്ലേ? അപ്പോ നമുക്ക് ഫസ്റ്റ് വ്യഞ്ജനാക്ഷരങ്ങൾ എഴുതാം. അപ്പൊ എന്ത് ചെയ്യണം? ഓൾ ഓഫ് യു ടേക്ക് യുവർ നോട്ട്ബുക്ക്, മലയാളം നോട്ട്ബുക്കിൽ എഴുതിയാൽ മതി. 2 ലൈനിൽ ടച്ച് ചെയ്ത് എഴുതണം. ഓക്കെ, നല്ല നീറ്റിൽ എഴുതണം. ഓക്കെ, അപ്പൊ വ്യഞ്ജനാക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് എഴുതിക്കോ. അപ്പൊ ആദ്യം നമ്മൾ കവർഗങ്ങൾ എഴുതണം. അത് കഴിഞ്ഞ് ചവർഗങ്ങളെ ഒരു ലൈനിൽ 5 അക്ഷരങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, താഴെ താഴെ ഭംഗിയിൽ പറഞ്ഞുകൊണ്ട് എഴുതുന്ന, ഒഴിവാവാതെ എഴുതാൻ പറ്റും. അക്ഷരങ്ങളെ ഒന്നും ഒഴിവാവാതെ എഴുതാൻ പറ്റും. ഓക്കെ, എന്താ രോമലേ? നമ്മളിപ്പോ ഇന്ന് ഡിക്റ്റേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ വ്യഞ്ജനാക്ഷരങ്ങള്? അപ്പൊ എന്ത് ചെയ്യുക? മലയാളം നോട്ട്ബുക്ക് എടുത്തിട്ട് അതിൽ എഴുതുക വ്യഞ്ജനാക്ഷരങ്ങൾ കംപ്ലീറ്റ്. അതായത് നമ്മുടെ കവർഗങ്ങൾ ആദ്യം 5 അക്ഷരങ്ങൾ മാത്രം ഒരു ലൈനിൽ വെച്ച് അങ്ങനെ എഴുതുക, താഴെ താഴെ ഭംഗിയിൽ. ഓക്കെ, പറഞ്ഞോണ്ട് എഴുതണേ, ഇപ്പൊ തെറ്റൂല കേട്ടോ. ഓക്കെ, നസീം മുഹമ്മദേ കയറിയതേ ഉള്ളൂ അല്ലേ? ഡിക്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏതാണ്? വ്യഞ്ജനാക്ഷരങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പൊ അത് എഴുതാനാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. എഴുതിക്കോ, നോട്ട്ബുക്ക് എടുക്കുക, നമ്മുടെ മലയാളത്തിന്റെ നോട്ട്ബുക്ക് എടുക്കുക, അതിൽ എഴുതുക. ഓക്കെ, അതെ നീറ്റിൽ എഴുതിയേ. ഏതാണ് വ്യഞ്ജനാക്ഷരങ്ങൾ എന്ന് അറിയാലോ? അത് കാണാതെ എഴുതിയേ നസീമ്. ഏതാണ് വ്യഞ്ജനാക്ഷരങ്ങൾ നസീമ്? അത് തന്നെ എഴുതിക്കോ. അപ്പൊ ആ 5 എണ്ണാണ് ഒരു ലൈനിൽ വരേണ്ടത്. അടുത്ത ലൈനില് അടുത്തത്.
ജസ്വൽ എഴുതുന്നില്ലേ ജസ്വലെ? അവേദ്യക്കുട്ടി കഴിഞ്ഞോ? കഴിഞ്ഞു? ഫിനിഷ് ആണോ? വെരി ഗുഡ്. എല്ലാം ശരിയാണോ? അതെ അല്ലേ? ഓക്കെ, കഴിഞ്ഞ ഒരുപാട് ആളുണ്ടല്ലേ? ഓക്കെ, അപ്പൊ എല്ലാം അറിയാം എല്ലാവർക്കും? എഴുതി കഴിഞ്ഞ ആള് അത് ചെക്ക് ചെയ്യാൻ പറഞ്ഞു അമ്മയോട് കേട്ടോ. എല്ലാ അക്ഷരങ്ങളും ഉണ്ടോ നോക്കണേ. ഇഷാൻ എഴുതി കഴിഞ്ഞു അല്ലേ? ഓക്കെ, ഗുഡ്. ഓക്കെ, ഇവിടെ അർജുൻ രാജേഷ് എഴുതി. യാരാലാവായും കൂടി എഴുതണേ മോനെ. അതുകൂടി വ്യഞ്ജനാക്ഷരങ്ങളിൽ പെടുന്നതാണ്. യാ രാ അത്. ഓക്കെ, ഓക്കെ, ഭവികക്ക് കഴിഞ്ഞു. ഓക്കെ, ഓക്കെ, ഇവിടെ ഷാൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്, നീറ്റിൽ എഴുതിയിട്ടുണ്ട് അല്ലേ? സമറ്റിന് എഴുതി. യാരാലാവ എഴുതിയില്ലേ? യാരാലാവാശ അതെല്ലാം എഴുതിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ജസ്വൽ എഴുതി. എഡ്വിൻ ജോസഫ് എഴുതി. ഓക്കെ, വെരി ഗുഡ്. ഭവിക എഴുതി. വെരി ഗുഡ്. അവേദി എഴുതിയിട്ടുണ്ട്. സൂപ്പർ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ എല്ലാവരും പഠിച്ചിട്ടുണ്ട് അല്ലേ? എല്ലാ അക്ഷരങ്ങളും എഴുതിയിട്ടുണ്ടായിരുന്നു എല്ലാവരും? അതിലേതെങ്കിലും വിട്ടിട്ടുണ്ടെങ്കിൽ അത് ഒന്നുകൂടി എഴുതി പഠിക്കണേ. എന്തായി ശ്രീകൃഷ്ണക്കുട്ടി, എഴുതി കഴിഞ്ഞോ? എഴുതിയോ? അതെല്ലേ, എഴുതിക്കോ, തെറ്റിക്കാതെ എഴുതണേ. ഓക്കെ, ഓക്കെ, അർജുൻ എഴുതി കഴിഞ്ഞു അല്ലേ അർജുൻ? ഓക്കെ, വെരി ഗുഡ്. അപ്പോ എല്ലാ മക്കൾക്കും അറിയോ ഇത്? ഇനി അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? വ്യഞ്ജനാക്ഷരങ്ങൾ കംപ്ലീറ്റ് കാണാതെ എഴുതാൻ അറിയാത്തവരുണ്ടോ? എഴുതാൻ നോക്കിയിട്ടാരും എഴുതല്ലേ, കാണാതെ എഴുതി പഠിക്കണം അക്ഷരങ്ങള്. ഓക്കെ, അപ്പോ മറന്നു പോകുന്നവരുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒരുപാട് തവണ എഴുതി പഠിക്കണേ. ആ ഏഞ്ചൽ, വെരി ഗുഡ്. പാപ്പ പപ്പമ്മ യാരാലാവ എഴുതിയില്ലേ? ഓക്കെ, യാരാലാവ ശാഷ റാ വരെ എഴുതണം. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ എല്ലാവരും എഴുതി കഴിഞ്ഞോ? ഫിനിഷ് ആണോ എല്ലാവർക്കും? ഓക്കെ, കാശിനാഥിന് ഫിനിഷ് ആണ് അല്ലേ? ആരോമൻ എഴുതി, അഭേദി എഴുതി, എല്ലാവരും എഴുതി. അഭിരാമി എഴുതിയിട്ടുണ്ട്. നല്ല നീറ്റിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ മോളെ. സൂപ്പർ. അപ്പൊ എല്ലാവരും എഴുതിയിട്ടുണ്ട് നല്ല നീറ്റായിട്ട് അല്ലേ? അപ്പൊ എഴുതാൻ അറിയാത്ത കുട്ടികൾ ഏതെങ്കിലും അക്ഷരങ്ങൾ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വീണ്ടും വീണ്ടും എഴുതി പഠിക്കണം. ഓക്കെ,
സർഗ എഴുതിയിട്ടുണ്ട്, ഗൗരിനന്ദ് എഴുതിയിട്ടുണ്ട്, അഭിരാമി എഴുതിയിട്ടുണ്ട്, അയോൺസബിൻ എഴുതിയിട്ടുണ്ട്, ഷാമിൽ എഴുതിയിട്ടുണ്ട് അല്ലെ. എല്ലാവരും എഴുതി, ഒരുവിധം എല്ലാ കുട്ടികളും എഴുതി അല്ലേ. നോക്കാതെ എഴുതിയതല്ലേ ഇതെല്ലാരും അല്ലേ? ഓക്കെ. അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്താണ്? അപ്പൊ ഇന്നത്തെ ഡിക്റ്റേഷന്റെ ബുക്ക് എല്ലാവരും അടച്ചു വെക്കുക. ഫുള്ള് ശരിയായവരുണ്ടോ? ഉണ്ട് അല്ലേ, ഒരുപാട് പേരുണ്ട് അല്ലേ. ഓക്കെ. അപ്പോ ഇനി അടുത്ത ദിവസം അപ്പൊ തെറ്റിയവരെന്ത് ചെയ്യണം? വീണ്ടും വീണ്ടും എഴുതണേ. അടുത്ത ദിവസം നമ്മൾ ഡിക്റ്റേഷൻ എന്താണ്? ദിക്കുകളാണ്. ഏതൊക്കെയാണ് ദിക്കുകൾ? അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സില് ദിക്കുകൾ. ഓർമ്മയുണ്ടോ എല്ലാവർക്കും? യെസ് ഓർ നോ? ഓക്കെ, യെസ്. ദിക്കുകൾ പഠിച്ചത് ഓർമ്മയില്ലേ? ഓക്കെ. ഏതൊക്കെയാണ് ദിക്കുകൾ? ആർക്കൊക്കെ അറിയാം ഏതൊക്കെയാണ് ദിക്കുകൾ എന്ന്? ഓക്കെ, എല്ലാവർക്കും അറിയാം. അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഓക്കെ, ഏതൊക്കെയാണ് ദിക്കുകള്? ലക്ഷ്മി, അഭിലാഷേ, ലക്ഷ്മി, ഏതൊക്കെയാണ് ദിക്കുകള്? ലക്ഷ്മിയോടാ മിസ് ചോദിച്ചേ. ഏതൊക്കെയാണ് ദിക്കുകള്? നമ്മൾ പഠിച്ചു, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു ദിക്കുകള് എത്ര എണ്ണം ഉണ്ടെന്നും അത് ഏതൊക്കെയാണെന്നും പഠിച്ചു അല്ലേ. ഡയറക്ഷൻസ് ഏതൊക്കെയാണ്? പറഞ്ഞോ. ശരിയാണെങ്കിൽ കിഴക്ക്, വടക്ക്, തെക്ക്, പടിഞ്ഞാറ്. അപ്പൊ കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക് അല്ലേ. അങ്ങനെ 4 ഡയറക്ഷൻസ് ആണ് ഉള്ളത് അല്ലെ. 4 ദിക്കുകളാണ് ഉള്ളത്. അങ്ങനെ പറയണം. എത്ര ദിക്കുകളുണ്ടെന്ന് ചോദിച്ചാൽ 4. അത് ഏതൊക്കെയാണ്? കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക് അല്ലേ. ഓക്കെ, അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോ അതിൻ്റെ ഇടയിൽ നമ്മൾ സൂര്യനെ കുറിച്ച് പറഞ്ഞു. എന്താ പറഞ്ഞേ? സൂര്യൻ കിഴക്ക് ഉദിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്നു പഠിച്ചു അല്ലേ. സൂര്യൻ എവിടെയാ ഉദിക്കുക? സൂര്യൻ എവിടെയാ ഉദിക്കുക? ക്രിസ്റ്റോ ജോണേ? കിഴക്ക് ഉദിക്കുക അല്ലേ. ഓക്കെ. അപ്പൊ എവിടെയാ അസ്തമിക്കുക? ആൻഡ്രോസ് ജിയോ, എവിടെയാ അസ്തമിക്കുക സൂര്യൻ? സൺ പടിഞ്ഞാറ് അസ്തമിക്കും അല്ലെ. അപ്പൊ അങ്ങനെ 4 വശങ്ങളാണ് നമുക്കുള്ളത്. കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക്. ഓക്കെ, ക്ലിയർ ആയില്ലേ എല്ലാവർക്കും? ഓക്കെ. അപ്പൊ അടുത്ത ഏതാ പേജ് നമ്പർ? ഓൾ ഓഫ് യു ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്, പേജ് നമ്പർ 35. 35-ാമത്തെ പേജ് എടുക്കും. നിങ്ങളുടെ 35 ആണോ നോക്കണേ, മിസ്സിൻ്റെ ഇല്ല പോലെ അല്ല. അപ്പോ അതിൽ ശ്രദ്ധിക്കുക. എന്താണ് പറയുന്നത്? കലണ്ടർ അല്ലെ. ദിക്കുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ പഠിച്ചു ദിക്കുകൾ ഏതൊക്കെയാണ്. 4 എണ്ണം ഉണ്ട് എന്ന് പറഞ്ഞു. കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഇന്ന് എന്താണ് പഠിക്കേണ്ടത്? കലണ്ടർ. കണ്ടോ? കലണ്ടർ അറിയോ എല്ലാവർക്കും? ഓക്കെ, കലണ്ടർ എന്താണ്? എന്തൊക്കെ അറിയാൻ പറ്റും കലണ്ടറിൽ ഇഷാനെ? ഡേയ്സ് ഉണ്ടാവും, മന്ത്സ് ഉണ്ടാവും, പിന്നെയോ വീക്സ് ഉണ്ടാവും, ആഴ്ചകൾ ഉണ്ടാവില്ലേ. അതുപോലെ ഇയേഴ്സ് ഉണ്ടാവും അല്ലേ. ഓക്കെ, ഇതൊക്കെ ഉണ്ടാവും കലണ്ടറിൽ അല്ലേ. അപ്പൊ ഡേയ്സ്, വീക്സ്, മന്ത്സ്, ഇയേഴ്സ് അല്ലെ. ഇതൊക്കെ കൂടുന്നതാണ് കലണ്ടറിൽ ഉണ്ടാവുക അല്ലെ. നമുക്ക് ഇതൊക്കെ അറിയാൻ പറ്റും. അപ്പൊ നമ്മൾ ഇന്ന് കലണ്ടർ എന്നതില് എന്താ പഠിക്കുന്നത്? വീക്സ് ആണ് പഠിക്കുന്നത് അല്ലെ. ആഴ്ച. മലയാളത്തിൽ എന്താ പറയുക? വീക്കിന് എന്താ പറയാ മലയാളത്തില്? ആഴ്ച. ഓക്കെ, എന്താ പറയാ? ആഴ്ച അല്ലെ. അപ്പോ ഏതൊക്കെ ആഴ്ചകളാ ഉള്ളത്? ഇംഗ്ലീഷിൽ ഏതൊക്കെയാണ്? ആരോമലെ, ഏതൊക്കെയാണ് ആരോമലെ ആഴ്ചകള്? സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ. അങ്ങനെ ഒരു വീക്സ് എത്ര ഡേയ്സാ ഉള്ളത്? സോറി, ഞാൻ അടുത്ത ആളോട് ചോദിക്കാം. അന്ന ഗ്രേസേ,
എത്ര ഡേയ്സാ ഉള്ളത് ഒരാഴ്ചയില്? 1 വീക്കിൽ എത്ര ഡേയ്സ് ഉണ്ട്? ഏതൊക്കെയാണെന്നല്ല, എത്ര എണ്ണം ഉണ്ട്? അതെ അതെ, ഏതൊക്കെ? അത് സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ. അത് എത്ര എണ്ണം ഉണ്ട്? 7 ഡേയ്സ്. ഓക്കെ, കറക്റ്റ്. 7 ഡേയ്സ്. അങ്ങനെ ആഴ്ചയിൽ 7 ദിവസങ്ങളാണ് ഉള്ളത് അല്ലേ? 7, 7. അപ്പൊ 7 ദിവസങ്ങളാണ് ഉള്ളത്. ഒരു വീക്സിൽ 7 ദിവസങ്ങൾ അല്ലേ? ഓക്കെ. അപ്പോ അത് ആരൊക്കെയാണെന്ന് എങ്ങനെയാണ് മലയാളത്തിൽ പറയുക? നമ്മളിപ്പോ സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ എന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ അത് മലയാളത്തിൽ എന്താ പറയുക? ആർക്കെങ്കിലും അറിയോ? എന്താ പറയുക നെഹ്ല കുട്ടി? എന്താ പറയാ നെഹ്ല? മൺഡേക്ക് എന്താണ് മലയാളത്തിൽ പറയുക? അല്ലെങ്കിൽ സൺഡേക്ക് എന്താ പറയുക? സൺഡേക്ക് എന്താണ് മലയാളത്തിൽ പറയുക? എന്താണ് മലയാളത്തിൽ പറയുക? ആർക്കറിയാം? ഓക്കെ, ഭവിക എന്താ ഭവിക? ഞായർ. ഞായറാഴ്ചയാണ്. സൺഡേക്ക് എന്താ പറയുക കുട്ടി? ഞായർ, ഞായറാഴ്ച. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി അല്ലേ? അപ്പൊ എന്തൊക്കെയാണ്? ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി അല്ലേ? മനസ്സിലായോ? ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. ഓക്കെ. അപ്പോ ആ കലണ്ടർ നിലയിൽ നമുക്ക് ഇനിയുള്ളത് താഴെ കണ്ടോ? എത്ര പേരുണ്ട് താഴെ കൈകോർത്ത് പിടിച്ച് നിൽക്കുന്നത്? എത്ര പേരാ? എത്ര പേരാ നിൽക്കുന്നത് ക്രിസ്റ്റി നമ്മുടെ പിക്ചറില്? 7 പേരുണ്ട് അല്ലേ? 1, 2, 3, 4, 5, 6, 7. 7 പേരുണ്ട് അല്ലേ? ഓക്കെ, കറക്റ്റ്. 7 പേരുണ്ട് അല്ലേ? അപ്പൊ 7 പേരാണ് നമ്മുടെ ആഴ്ചകൾ. നമ്മൾ പറഞ്ഞല്ലേ ദിവസങ്ങള് ഇല്ലേ? ഏതൊക്കെയാ? നമുക്ക് ഇനി നോക്കാം അതെന്താ പറയുന്നത് അല്ലേ? ഞങ്ങളുണ്ട് 7 പേർ. ഞായറാകുന്നു ഞാൻ, തിങ്കളാകുന്നു ഞാൻ, ചൊവ്വയെന്നെന്റെ പേർ, ഞാൻ ബുധൻ നോക്കുവിൻ, ഞാൻ വ്യാഴമോർക്കുവിൻ, ഞാൻ വെള്ളി, ഞാൻ ശനി, ഞങ്ങൾ കോർത്തിടുന്നു നിങ്ങൾ തൻ ജീവിതം അല്ലേ? എന്താ പറഞ്ഞത്? കലണ്ടറിൽ എന്താ പറയുന്നത്? വായിച്ചു നോക്കിയോ നിങ്ങൾ കൂട്ടി അക്ഷരങ്ങളൊക്കെ വായിച്ചു നോക്കിയേ. എന്താ അവിടെ പറയുന്നത്? വായിച്ചിട്ടുണ്ട് അല്ലേ? ഞങ്ങളുണ്ട് 7 പേർ. എത്ര പേരാ ഉള്ളത്? 7 പേർ. താഴെ കണ്ടോ? എത്ര പേരാ ഉള്ളത്? 7 പേരുണ്ടല്ലേ? ഓക്കെ. അതെന്തൊക്കെയാ പറഞ്ഞത്? ഞായറാകുന്നു ഞാൻ. ആദ്യത്തെ എന്താ? ഞായർ. എന്താ പറയുക? ഞായർ. ഓക്കെ, മിസ്സിന്റെ കൂടെ ഉറക്കെ പറഞ്ഞ എല്ലാ മക്കളും ഞായർ. അപ്പൊ ഇംഗ്ലീഷിൽ മറക്കാൻ പാടില്ല കേട്ടോ. സൺഡേ അത് ഇംഗ്ലീഷിൽ പറയും സൺഡേ. അപ്പൊ ഞായർന്ന് മലയാളത്തിൽ പറയും അല്ലേ? തിങ്കൾ. അടുത്തത് മൺഡേ, തിങ്കൾ. ട്യൂസ്ഡേ, ചൊവ്വ അല്ലേ? ട്യൂസ്ഡേ, ചൊവ്വ, ചൊവ്വാഴ്ച. പിന്നെയോ വെനസ്ഡേ, ബുധനാഴ്ച. തേഴ്സ്ഡേ, വ്യാഴാഴ്ച. പിന്നെയോ ഫ്രൈഡേ, വെള്ളിയാഴ്ച. പിന്നെ സാറ്റർഡേ, ശനിയാഴ്ച. അപ്പൊ നമുക്ക് ഒന്നുകൂടി പറയാ. ഞങ്ങളുണ്ട് 7 പേർ. ഞായറാകുന്നു ഞാൻ, തിങ്കളാകുന്നു ഞാൻ, ചൊവ്വയെന്നെന്റെ പേർ, ഞാൻ ബുധൻ നോക്കുവിൻ, ഞാൻ വ്യാഴമോർക്കുവിൻ, ഞാൻ വെള്ളി, ഞാൻ ശനി, ഞങ്ങൾ കോർത്തിടുന്നു നിങ്ങൾ തൻ ജീവിതം അല്ലേ? എന്താ പറഞ്ഞേ? അപ്പോ ഈ കലണ്ടറിലൊക്കെ ഇങ്ങനെ പോകുന്നതായിരിക്കും നമ്മുടെ ജീവിതം അല്ലേ? ഇന്നതാ ദിവസം, ഡേറ്റ്, ടൈം, ഇതൊക്കെയാണ് നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അല്ലേ? ഓരോ ദിവസം അങ്ങനെ കഴിഞ്ഞു പോകും. അപ്പൊ ഒന്നുകൂടി നോക്കിക്കോ, എല്ലാരും മിസ്സിനൂടെ പാടിക്കോ. ഞങ്ങളുണ്ട് 7 പേർ. ആദ്യത്തെ എന്നാന്ന് ഒന്ന് വായിച്ചു നോക്കിയേ. ഞങ്ങളുണ്ട് 7 പേർ. ഞായറാകുന്നു ഞാൻ,
ഞായറാകുന്നു ഞാൻ. തിങ്കളാകുന്നു ഞാൻ. എന്താണ്? തിങ്കളാകുന്നു ഞാൻ. വായിക്കുന്നത് ശ്രദ്ധിക്കണേ സമജ്ഞക്കുട്ടി. ചൊവ്വയെന്നെൻ്റെ പേർ. ചൊവ്വയെന്നെൻ്റെ പേർ. ആദിശ്രീ ഉണ്ട് അല്ലേ? ഓക്കെ. ചൊവ്വയെന്നെൻ്റെ പേർ. ഞാൻ ബുധൻ നോക്കുവിൻ. ഞാൻ വ്യാഴമോർക്കുവിൻ. ഞാൻ വെള്ളി. ഞാൻ ശനി. ഞങ്ങൾ കോർത്തിടുന്നു നിങ്ങൾ തൻ ജീവിതം. ഞങ്ങൾ കോർത്തിടുന്നു നിങ്ങൾ തൻ ജീവിതം. വായിച്ചോ? വായിക്കുന്നുണ്ടോ എല്ലാവരും? കൂടെ ഒച്ചത്തിൽ വായിച്ചേ. ദേവപ്രിയ ചിരിക്കുന്നില്ല. ഞാൻ വായിക്കുന്നുണ്ട് മിസ്സേന്ന്. വായൊന്നും അനങ്ങുന്ന കാണുന്നില്ലല്ലോ മിസ്സേ. അപ്പൊ അടുത്ത ദിവസം ദിക്കുകള് ഞാൻ ഡിക്റ്റേഷൻ ഇടുവേ. അടുത്ത നമ്മുടെ ക്ലാസ്സിൽ ദിക്കുകള് ഓർമ്മിച്ചു വെക്കണം എല്ലാവരും. അപ്പൊ ഇന്ന് നമ്മൾ കലണ്ടർ പഠിച്ചു. എന്തൊക്കെയാ പഠിച്ചത്? നമ്മൾ ആഴ്ചകൾ പഠിച്ചു, വീക്സ് അല്ലേ? ഏതൊക്കെയാ? ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. ഒന്നുകൂടി പറ. ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. ഓക്കെ. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ അല്ലേ? ഓക്കെ. അപ്പൊ ഞങ്ങളുണ്ട് 7 പേർ. ഞങ്ങൾ എത്ര പേരുണ്ട്? 7 പേരുണ്ട് അല്ലേ? ആഴ്ചകൾ 7 ആളുണ്ട് അല്ലേ? നെക്സ്റ്റ്, ഞായറാകുന്നു ഞാൻ. തിങ്കളാകുന്നു ഞാൻ. ചൊവ്വയെന്നെൻ്റെ പേർ. ഞാൻ ബുധൻ നോക്കുവിൻ. ഞാൻ വ്യാഴമോർക്കുവിൻ. ഞാൻ വെള്ളി. ഞാൻ ശനി. ഞങ്ങൾ കോർത്തിടുന്നു നിങ്ങൾ തൻ ജീവിതം. ഓക്കെ. പാടാൻ കിട്ടുന്നുണ്ടോ? ആർക്കറിയാം ഇപ്പൊ ഇത് പാടാൻ? ഓക്കെ. ഇവിടെ ഇഷാൻ കൈവെക്കുന്നുണ്ട്. ഇഷാൻ ഒന്ന് പാടിയ. ഇഷാൻ നോക്കാം. ഞങ്ങളുണ്ട് 7 പേർ. ഞായറാകുന്നു ഞാൻ. തിങ്കളാകുന്നു ഞാൻ. ചൊവ്വയെന്നെൻ്റെ പേർ. ഞാൻ ബുധൻ നോക്കുവിൻ. ഞാൻ വ്യാഴം ഓർക്കുവിൻ. ഞാൻ വെള്ളി. ഞാൻ ശനി. ഞങ്ങൾ കോർത്തിടുന്നു നിങ്ങൾ തൻ ജീവിതം. ഓക്കെ, വെരി ഗുഡ്. സൂപ്പറായി പഠിച്ചിട്ടുണ്ടല്ലോ ഇഷാനെ. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ആർക്കാണ് വായിക്കാൻ താല്പര്യം? കൈപൊക്കിക്കോ. ആരാ? ആർക്കും ആവില്ല. നെക്സ്റ്റ് ആരാ? ഇവിടെ ജിയോണ. വായിച്ചോ ജിയോണ. ഞങ്ങളുണ്ട് 7 പേര്. തിങ്കളാകുന്നു ഞാൻ. ചൊവ്വയെന്നെൻ്റെ പേർ. ഞാൻ ബുധൻ നോക്കുവിൻ. ഞാൻ വ്യാഴമോർക്കുവിൻ. ഞാൻ വെള്ളി. ഞാൻ ശനി. ഞങ്ങൾ കോർത്തിടുന്നു നിങ്ങൾ തൻ ജീവിതം. ഓക്കെ, നെക്സ്റ്റ് സമജ്ഞ. ഞങ്ങളുണ്ട് 7 പേർ. ഞായറാകുന്നു ഞാൻ. തിങ്കളാകുന്നു ഞാൻ. ചൊവ്വയെന്നെൻ്റെ പേർ. ഞാൻ ബുധൻ നോക്കുവിൻ. ഞാൻ വ്യാഴം ഓർക്കുവിൻ. ഞാൻ വെള്ളി. ഞാൻ ശനി. ഞങ്ങൾ കോർത്തിടുന്നു നിങ്ങൾ തൻ ജീവിതം. ഓക്കെ, ഫിയോണ. ഫിയോണ
ഞങ്ങളുണ്ട് ഒരു പേർ. ഞായറാവും ഞാൻ തിങ്കളാവും ഞാൻ ചൊവ്വയന്നൻ. എന്റെ പേർ. അവർ സമജ്ഞന്റെ പാടേന്ന്. ഫിയോണ അൺമ്യൂട്ട് ചെയ്യുമോളെ. ഞങ്ങളുണ്ട് 7 പേർ. ഞായർ ഞായറാകുന്നു ഞാൻ. തിങ്കളാകുന്നു ഞാൻ. ചൊവ്വ എന്നെന്റെ പേർ. ഞാൻ ബുധൻ നോക്കുവിൻ. ഞാൻ വാഴ നോക്കും. ഞാൻ വെള്ളി ഞാൻ ശനി. ശനി ഞാൻ വെള്ളി ഞാൻ ശനി. ഞങ്ങൾ കോർത്തിടുന്നു നിങ്ങൾ തൻ ജീവിതം. ഓക്കെ, നെക്സ്റ്റ് ആരാ? ധ്യാൻ കൈവെക്കുന്നുണ്ടായിരുന്നല്ലോ. ധ്യാൻ. ഓക്കെ, ധ്യാൻ അൺമ്യൂട്ട് ചെയ്തോ. ഞങ്ങളുണ്ട് 7 പേർ. ഞായറാകുന്നു ഞാൻ. തിങ്കളാവുന്നു ഞാൻ. ചൊവ്വയെന്നെന്റെ പേർ. ചൊവ്വന്റെ പേർ. ഞാൻ ബുധൻ നോക്കുവിൻ. ഞാൻ ബുധൻ നോക്കുവിൻ. ഞാൻ വ്യാഴം ഓർക്കുവിൻ. ഞാൻ വെള്ളി ഞാൻ ശനി. ഞങ്ങൾ കോർത്തിടുന്നു ഞങ്ങൾക്ക് ഓർത്തിടുന്നു നിങ്ങൾ തൻ ജീവിതം. ജീവിതം. ഓക്കെ, നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? വേഗം, ഇപ്പൊ സമയം കഴിയും. ആർക്കെങ്കിലും വായിക്കണം ആഗ്രഹം ഉണ്ടോ? അപ്പൊ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവരും വായിച്ചിട്ട് വരുവോ? പഠിച്ചിട്ട്? അത് വടക്കല്ല, തെക്കാണ്. തെക്ക്, വടക്ക്, കിഴക്ക്, പടിഞ്ഞാറ്. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് വടക്ക്, കിഴക്ക്, വടക്ക്, ഇത് തെക്ക്, തെക്ക്, വടക്ക്, കിഴക്ക്, പടിഞ്ഞാറ്. ഓക്കെ, നെക്സ്റ്റ് ആരെങ്കിലും വായിക്കുന്നുണ്ടോ ഇന്ന്? അപ്പൊ അടുത്ത ദിവസത്തേക്ക് ദിക്കുകൾ വായിച്ചിട്ട് തന്നെ ഭവിക വായിക്കുന്നുണ്ട്. ഓക്കെ, ഭവിക വായിച്ചോ. ഞങ്ങളുണ്ട് 7 പേർ. ഞാൻ ബുധൻ നോക്കുവിൻ. ഓർക്കുവിൻ. ഞാൻ വെള്ളി ഞാൻ ശനി. കോർത്തിടുന്നു നിങ്ങൾ തൻ ജീവിതം. ഓക്കെ, കാശിനാഥ്. ഞങ്ങളുണ്ട് 7 പേർ. ഞായറാകുന്നു ഞാൻ. തിങ്കളാകുന്നു ഞാൻ. ചൊവ്വ എന്നെന്റെ പേർ. ഞാൻ ബുധൻ നോക്കുവിൻ. ഞാൻ വ്യാഴം ഓർക്കുവിൻ. ഞാൻ വെള്ളി ഞാൻ ശനി. ഞങ്ങൾ കോർത്തിടുന്നു നിങ്ങൾ തൻ ജീവിതം. ഓക്കെ, അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? അടുത്ത ക്ലാസ്സിലേക്ക് വായിച്ച് പഠിച്ചിട്ട് വരണേ. അതുപോലെ എന്ത് ചെയ്യണം? നമ്മുടെ ദിക്കുകള് എഴുതാനുള്ള, അതായത് തയ്യാറെടുപ്പിൽ വരണം. ഡിക്റ്റേഷൻ എന്തൊക്കെയാ പഠിക്കുക? കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക്. ഈ 4 കാര്യങ്ങൾ എഴുതാൻ പഠിക്കണം. ദിക്കുകൾ എന്നും എഴുതാൻ പഠിക്കണം. ഓക്കെ, ബൈ.
നമ്മുടെ സമയം കഴിഞ്ഞു മക്കളെ. ബൈ, സി യു. ഓക്കെ, ചിരിച്ചോണ്ടിരിക്കുന്നുണ്ട് ദേവപ്രിയല.